ഒരു രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ തനിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഫാൻ കറങ്ങി തുടങ്ങുന്നു. നിങ്ങൾ ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ സ്വിച്ച് ഓഫ് ആണ്. റെഗുലേറ്ററിലെ സ്പീഡ് കുറച്ച് നോക്കുന്നു, സ്പീഡ് കുറയുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമസ്കാരം, ഞാൻ ബിജു അർജുൻ. B.S Electrical Solutionsന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കംപ്ലൈന്റുകളാണ്. ഒരു കംപ്ലൈന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതൊരു കെട്ടുകഥ പോലെ നമ്മളെ ചിന്തിപ്പിക്കും. മറ്റൊരു കംപ്ലൈന്റ് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്, എന്നാൽ അതൊരു സ്വാഭാവിക കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വ്യത്യസ്തതയുള്ള രണ്ട് കംപ്ലൈന്റുകളാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോയ്ക്ക് മുൻപ് ചെയ്തിരിക്കുന്ന വീഡിയോകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യം തന്നെ അറിയിക്കട്ടെ. പുതിയ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു കംപ്ലൈന്റിലേക്ക് പോവാം. അതെ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കംപ്ലൈന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. അതൊരു അന്ധവിശ്വാസത്തിന്റെ ലെവലിലോ അല്ലെങ്കിൽ ഒരിക്കലും അല്ലെങ്കിൽ ഒരു കള്ളം പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന ആ ഒരു കംപ്ലൈന്റ് ആണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത്. അതൊരു കഥ പോലെ പറഞ്ഞു തുടങ്ങിയാൽ വളരെ രസകരമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരു രാത്രിയിൽ നിങ്ങൾ തനിച്ച് നിങ്ങളുടെ റൂമിലിരിക്കുകയാണ്. ആ വീട്ടിൽ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം നടന്നതിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് കൂടി ഒന്ന് കരുതിക്കോളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫാൻ കറങ്ങി തുടങ്ങുകയാണ്. നിങ്ങൾ യാദൃശ്ചികമായിട്ട് ആ ഫാൻ കറങ്ങുന്നത് കാണുമ്പോൾ പെട്ടെന്ന് എന്തായിരിക്കും ചെയ്യുക? ഉടനെ നമ്മൾ ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ സ്വിച്ച് ഓഫ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മൾ റെഗുലേറ്റർ കുറച്ച് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ റെഗുലേറ്റർ എത്ര ഇട്ട് തിരിച്ചിട്ടും ഫാൻ അതേ സ്പീഡിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ രാത്രിയിൽ നമുക്ക് എന്തായിരിക്കും ചിന്തിക്കാൻ കഴിയുക? നമ്മൾ വേഗം ഓടി DBയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിങ്ങൾ വേഗം DBയുടെ അടുത്ത് എത്തി നിങ്ങളുടെ ആ റൂമിലേക്കുള്ള MCB ഓഫ് ചെയ്യുന്നു. ചെന്ന് നോക്കുമ്പോൾ ഫാൻ ഓഫ് ആവുന്നില്ല. എല്ലാ MCBകളും നമ്മൾ ഓഫ് ചെയ്ത് നോക്കുകയാണ്, എന്നിട്ടും ഫാൻ ഓഫ് ആവുന്നില്ല. നമ്മളിപ്പോ ഇവിടെ ഒരു RCCB ഉണ്ടെന്നാ പിന്നെ RCCB ഓഫ് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. എങ്കിലും ഇത്ര തന്നെ ആകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു നില മറ്റൊരവസ്ഥയിലേക്ക് പോയിരിക്കും. വീണ്ടും നമ്മൾ റൂമിലെത്തി നോക്കുമ്പോൾ ഫാൻ ഓഫ് ആയിട്ടില്ല. ഓടി വന്ന് RCCB കൂടെ ഓഫ് ചെയ്യുന്നു. തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ ഫാൻ ഓഫ് ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് ആകെ ഒരു ഭയമായിരിക്കും, അല്ലെ? എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഫാൻ തനിയെ കറങ്ങി, സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കി, ഓഫ് ആവുന്നില്ല. റെഗുലേറ്റർ ഓഫ് ചെയ്ത് നോക്കി, ഓഫ് ആവുന്നില്ല. MCBകളെല്ലാം ഓഫ് ചെയ്തു, ഓഫ് ആവുന്നില്ല. വീണ്ടും ഒരു 4-5 പ്രാവശ്യം നമ്മൾ റൂമിലേക്കും DBയുടെ അടുത്തേക്കും ഒക്കെ ഓടിയതിനു ശേഷമായിരിക്കും വന്ന് ELCB ഓഫ് ചെയ്തപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കർ ഉണ്ടായിരുന്നു, മെയിൻ ബ്രേക്കർ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തപ്പോൾ ഓഫായി. പിന്നെ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? കുറെ നേരം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വന്നിട്ട് ഇത് ഓരോന്നായിട്ട് ഓൺ ചെയ്ത് നോക്കും. ഇത് ഓരോന്ന് ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോ ആ ഫാൻ കറങ്ങണമെന്നില്ല. സ്വിച്ച് ഓൺ ചെയ്യുന്നു, റൂമിലെ സ്വിച്ച് ഓൺ ചെയ്യുന്നു, അത് കറങ്ങുന്നുണ്ട്. റെഗുലേറ്റർ തിരിച്ചു നോക്കുന്നുണ്ട്, ആ റെഗുലേറ്റർ എല്ലാം പഴയതുപോലെ തന്നെ വർക്ക് ആവുന്നുണ്ട്. എന്തായിരിക്കും നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ? ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു കംപ്ലൈന്റ് ആണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ നമ്മുടെ വയറിംഗിന്റെയോ ഇലക്ട്രിക്കലിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഒരു കംപ്ലൈന്റ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇത് വെറും ഒരു കെട്ടുകഥ പോലെ, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു സ്വപ്നം പോലെ, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിന്റെ ലെവലിൽ മാത്രമേ നമുക്ക് ആ സമയം ചിന്തിക്കാൻ കഴിയുള്ളൂ, അല്ലെ? സത്യമല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ റൂമിലുള്ള ആളുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലെ? അപ്പോൾ ഇത് നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഒരു മിക്സിയിലാണ് ഇത് സംഭവിക്കുന്നെങ്കിലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാതെ തന്നെ മിക്സി വർക്ക് ചെയ്യുന്നു. നമ്മൾ പ്ലഗിന്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മിക്സി ഓഫ് ആവുന്നില്ല. മിക്സിയുടെ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കി, അത് ഓഫ് ആവുന്നില്ല, അത് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ആ പ്ലഗിൽ നിന്നും ആ കേബിൾ ഊരി മാറ്റുമ്പോൾ അത് നിൽക്കുന്നു. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? പക്ഷേ ഇത് ഇലക്ട്രിക്കലിൽ സംഭവിക്കാവുന്ന ഒരു കംപ്ലൈന്റ് തന്നെയാണ്. നമുക്ക് ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ലെവലിലോട്ട് കൊണ്ടുപോകേണ്ട മറ്റ് ഒന്നും നിങ്ങൾ അത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെ സംഭവിക്കും അതിനെപ്പറ്റിയല്ലേ ഇപ്പൊ ആലോചിക്കുന്നത്. നമുക്ക് ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു 100 പേരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 98 പേരും ചിലപ്പോൾ ഈ ഒരു കാര്യം ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇതുവരെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അത് അത്യപൂർവമായിരിക്കും. എന്റെ ഇലക്ട്രിക്കൽ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഇതുപോലൊരു കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാൻ എനിക്കൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കംപ്ലൈന്റിന്റെ സാധ്യത നമ്മൾ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും ഇങ്ങനെ ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന്റെ ശരിയായിട്ടുള്ള ഒരു വിശദീകരണം ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. അത് സംഭവിക്കുന്നത് ഒന്നിൽ കൂടുതൽ കംപ്ലൈന്റുകൾ കൂടിച്ചേരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉപകരണത്തിന്റെ, അതൊരു ഫാൻ ആണെങ്കിൽ ഫാൻ, മിക്സി ആണെങ്കിൽ മിക്സി, അതുപോലുള്ള ഏതെങ്കിലും ഒരു ഉപകരണമാണെങ്കിൽ അതിന്റെ ഒരു കംപ്ലൈന്റ്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കലിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ വയറിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലോ, ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്നും സപ്ലൈ വരുന്ന ആ ഒരു സിസ്റ്റത്തിലോ ഒക്കെ ഉണ്ടാകുന്ന 2-3 കംപ്ലൈന്റുകൾ കൂടി ചേരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്.
പറയുന്നത്. നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ മറ്റൊരു ലെവലിലേക്ക് ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ പോലും മറ്റൊരു ലെവലിലേക്ക് ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിന്റെ ലെവലിൽ ചിന്തിപ്പിക്കുന്ന കാര്യമായിട്ട് മാറുന്നത് ഇത്തരത്തിലുള്ള 2-3 കംപ്ലൈന്റുകളാണ്. അത് നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് തന്നെ അറിയാവുന്ന 2-3 കംപ്ലൈന്റുകളുടെ ഒരു കോമ്പിനേഷൻ ആണിത്. അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു ഫാൻ ഉണ്ടാകുന്ന ഒരു തകരാറ്. അതെന്ന് പറയുമ്പോൾ ഫാനിന്റെ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന തകരാറാവാം, അല്ലെങ്കിൽ ആ ഫാനിലേക്ക് പോകുന്ന നമ്മുടെ സ്വിച്ച് ബോർഡിൽ നിന്നും ഫാനിലേക്ക് പോകുന്ന സ്വിച്ചിൽ നിന്നും, നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ച് ഉണ്ടല്ലോ ഫാൻ, അതിൽ നിന്നും ഫാനിലേക്ക് പോകുന്ന വയറ് എവിടെയെങ്കിലും എർത്തുമായിട്ട് ടച്ച് ആയി കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എർത്തിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഹൂക്കുമായിട്ടോ ഒക്കെ ബന്ധം വന്നാൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുകയില്ല. ആ ഒരു കംപ്ലൈന്റ് മാത്രം കൊണ്ടുണ്ടാവുകയില്ല. അതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫാനിന്റെ വൈൻഡിങ് എവിടെയെങ്കിലും ചെറിയ രീതിയിൽ ലീക്കേജ് സംഭവിച്ചിട്ട് ആ ഫാനിന്റെ ബോഡിയുമായിട്ട് ടച്ച് ആയിരിക്കുകയും ആ ഫാനിന്റെ ബോഡിയിൽ കൂടി ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന റോഡ് വഴി ആ ഫാൻ തൂക്കിയിട്ടിരിക്കുന്ന ക്ലാമ്പില്, അത് റബ്ബർ ബുഷ് വെച്ചാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ആ റബ്ബർ ബുഷിന്റെ തേയ്മാനം കൊണ്ട് അത് ആ ഹൂക്കുമായിട്ട് ടച്ച് ആവുകയോ, അല്ലെങ്കിൽ ആ ഫാനിന്റെ ബോഡിയിലൊക്കെ സാധാരണ രീതിയിൽ ചിലയിടത്തൊക്കെ എർത്തിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഒരു കാരണം മാത്രമാണ്, അതൊരു കംപ്ലൈന്റ് ആണ്. അതിന്റെ കൂടെ 1-2 മറ്റ് കംപ്ലൈന്റ് കൂടെ വരണം. അതെങ്ങനെയാണ്? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വയറിംഗിന്റെ ഭാഗത്തോ ന്യൂട്രൽ കട്ടാവുകയോ, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില്, അതായത് ഇലക്ട്രിസിറ്റി നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ലൈനിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു റിവേഴ്സ് സപ്ലൈ, അതായത് ന്യൂട്രലിലേക്ക് സപ്ലൈ വരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതിന് അങ്ങനെ ന്യൂട്രൽ വഴി ഫേസിന്റെ ഒരു സ്വഭാവം കാണിക്കുന്ന ആ ഒരു രീതി ഉണ്ടാവുന്നതിന് 1-2 കാരണങ്ങൾ നമ്മൾ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില ഇലക്ട്രീഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ, ന്യൂട്രൽ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ കത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ 2-3 കംപ്ലൈന്റുകൾ ഒത്തുവരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന RCCB നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഇങ്ങനൊരു സാധ്യത കുറവാണ്. RCCB കംപ്ലൈന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മിക്ക ഇടത്തും RCCB ഉണ്ടാവണമെന്നില്ല. ഇപ്പോഴാണ് RCCB സർവ്വസാധാരണമായിട്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പൊക്കെ നമുക്ക് ഐസൊലേറ്ററുകളോ അല്ലെങ്കിൽ ഫ്യൂസുകൾ മാത്രം വെച്ച് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അക്കാലത്തൊക്കെ ഈ കംപ്ലൈന്റ് കൂടുതലായിട്ട് കണ്ടിരുന്നു. ഇപ്പൊ RCCB ഒക്കെ കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിയതോടുകൂടി ഇത്തരത്തിലുള്ള ഈ കംപ്ലൈന്റ് നമുക്ക് കാണാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് പേടിക്കേണ്ട കാര്യമില്ല. അതൊരു സ്വാഭാവിക കംപ്ലൈന്റ് തന്നെയാണ്. നിങ്ങളിപ്പോ ഒരു പ്രാവശ്യം ഇത് കണ്ടു ആകെ വരണ്ടു പോയി, അല്ലെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്തൊരു സമയമാണ്, നമുക്ക് അതിനു മുമ്പുള്ള പല അനിഷ്ട സംഭവങ്ങളും നമുക്ക് ചിലപ്പോൾ ആ വീട്ടിൽ ഓർത്തെടുക്കാൻ കാണും, എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ കാണും. അപ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് അതിലേക്ക് അങ്ങ് ഓടിപ്പോയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായി പോകും നമ്മുടെ ലെവല്. കാരണം സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ്, റെഗുലേറ്റർ സ്പീഡ് കുറച്ച് നോക്കിയിട്ട് ഫാൻ അതേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓടിച്ചെന്ന് ബ്രേക്കർ ഓരോന്നായിട്ട് ഓഫ് ചെയ്ത് നോക്കിയിട്ട്, റൂമിലെ ബ്രേക്കർ ഓഫ് ചെയ്തൊക്കെ ഇൻവെർട്ടറിന്റെ ഓഫ് ചെയ്ത് നോക്കി, ആ ഫാൻ നിൽക്കുന്നില്ല. ഇതൊക്കെ വരുമ്പോൾ ഇത്രയാകുമ്പോൾ തന്നെ നമ്മുടെ ലെവല് വേറെ ഒരു ചിന്താഗതിയിലേക്ക് പോയിരിക്കും. നമ്മൾ പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഫാൻ അങ്ങ് നിന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറെ കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടായിരിക്കാം നമ്മൾ വീണ്ടും ആ മെയിൻ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിൽ എത്തിയിരിക്കും. പൂർവ്വസ്ഥിതിയിൽ എത്തുന്നത് നമ്മുടെ വീടിന്റെ അകത്തെ കംപ്ലൈന്റോ അല്ലെങ്കിൽ ഫാനിന്റെ കംപ്ലൈന്റോ മാറിയതുകൊണ്ടായിരിക്കത്തില്ല. നമുക്ക് പുറത്തുനിന്ന് വരുന്ന സപ്ലൈ ആ ഫേസ് ന്യൂട്രൽ തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ ന്യൂട്രൽ ഫേസിൽ സ്വഭാവം കാണിക്കുന്ന പല കംപ്ലൈന്റുകളും പുറത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ആ കംപ്ലൈന്റ് മാറി നിൽക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ലാതായിരിക്കും. നമ്മൾ ഈ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് മാറിയിട്ടുണ്ടാവും. വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മൾ കണ്ടതെല്ലാം എന്തോ ഒരു തോന്നലായിട്ട് വരികയും അത് പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കാത്ത ഒരു അവസ്ഥയിലേക്കും പോകും. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ്. ഇനിയും നമ്മൾ വീട്ടിൽ ആരും ഇല്ലാത്ത ഒരു സമയത്ത് ഒരിക്കൽ കൂടി ഇതേപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുടെ ലെവൽ തീരെ പോയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു കംപ്ലൈന്റ് മാത്രമാണെന്ന് എല്ലാ ഇലക്ട്രീഷ്യന്മാരും മനസ്സിലാക്കുക. അതുപോലെ എല്ലാ വീട്ടുകാരും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു കംപ്ലൈന്റ് മാത്രമാണെന്ന് വിശ്വസിക്കുക. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും കരുതാവുന്ന ഒരു കാര്യം അത് യാഥാർത്ഥ്യമാകും എന്ന് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പതറേണ്ടതില്ല. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു കംപ്ലൈന്റ് കൂടെ ഒന്ന് അവതരിപ്പിക്കാം. സ്വാഭാവികമായിട്ട് ഒരു കംപ്ലൈന്റ് നടക്കുന്നു, നമ്മൾ അതിനെ നോക്കുമ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിലും ഒരു വീട്ടുകാരാണെങ്കിലും സാധാരണക്കാർ ആര് നോക്കിയാലും അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു കംപ്ലൈന്റ് തന്നെയാണ്, ഇലക്ട്രിക്കലിലെ ഒരു കംപ്ലൈന്റ് തന്നെയാണ് എന്ന് ചിന്തിക്കുകയും എന്നാൽ അത് കൃത്രിമമായി നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരെണ്ണമായാലോ. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ മെയിൻ സ്വിച്ചിന് സമീപത്തുള്ള ഫ്യൂസ് ഇടയ്ക്കിടയ്ക്ക് കത്തിപ്പോകുന്നുണ്ട്. എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കത്തിപ്പോകുന്നുണ്ട്. പിന്നെ അതിന് അടുത്ത് വയറ് കരിയുന്ന പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തായിരിക്കും കാരണം? നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുക? അത് ഓവർലോഡിങ് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ കറണ്ട് എടുക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കാം, അല്ലെ? അപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു DB ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. അതാകുമ്പോൾ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, RCCB ലീക്കേജ് കറണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓവർ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ഏതെങ്കിലും ഉപകരണങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് RCCB വെച്ചിരിക്കുന്നത്.
വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വയറിങ്ങിലെ ഏതെങ്കിലും തരത്തിൽ കറണ്ട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓഫ് ആകാനാണ് RCCB വെച്ചിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്യൂസ് പോകാനുള്ള സാധ്യത മിക്ക വീടുകളിലും സാധാരണമാണ്. എന്നാൽ നിരന്തരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴോ അത് നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എങ്ങനെയാണ് ഇത് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാലും അതൊരു നമുക്കൊരു സാധാരണ ഒരു കംപ്ലൈന്റിന്റെ ലെവലിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ വയറിംഗിൽ ഏതോ ഒരു തകരാറ് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. പക്ഷേ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇങ്ങനെ സാധാരണ രീതിയിൽ വയറിംഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കംപ്ലൈന്റ് കൊണ്ട് ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കില്ല. അത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരാൾ മനഃപൂർവ്വം അത് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. നമ്മുടെ വീടുകളിലെ ഫ്യൂസ്, മെയിൻ സ്വിച്ചിന് സമീപത്തിരിക്കുന്ന കട്ടൗട്ടർ ഫ്യൂസ് അല്ലെങ്കിൽ മെയിൻ സ്വിച്ചിനുള്ളിലുള്ള ഫ്യൂസ്, അത് കത്തിപ്പോകണമെങ്കിൽ രണ്ട് രീതിയിലാണ് അത് സംഭവിക്കുക. ഒന്നുകിൽ ഓവർ കറണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫ്യൂസിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് നമ്മുടെ വീടിനുള്ളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട്, അതായത് നമ്മുടെ ആ മെയിൻ സ്വിച്ച് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ വീടിനുള്ളിലേക്ക് വരുന്നതോ വീടിനുള്ളിലോ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുക. ഈ രണ്ട് രീതിയിലാണ് ആ ഫ്യൂസ് പോകുക. എന്നാൽ നമ്മൾ ഓവർ കറണ്ട് കൊണ്ടുള്ള ഫ്യൂസ് പോകുന്നത് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പുതിയ വീടുകളൊക്കെ ആണെങ്കിൽ സംഭവിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ഇലക്ട്രീഷ്യനോട് പറയുമ്പോൾ തന്നെ പുള്ളിക്ക് അത് കാര്യം മനസ്സിലാവും. അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അതിന്റെ ഗേജ് കൂട്ടി അല്ലെങ്കിൽ അതിന്റെ ആംപിയർ കൂടുതൽ കറണ്ട് എടുക്കുന്ന രീതിയിലുള്ള ഫ്യൂസ് ആയിരിക്കും പിന്നെ സ്ഥാപിക്കുക. പിന്നെ അത് അങ്ങനെ സംഭവിക്കുക അപൂർവമായിരിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യത, രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ്. ഈ ഷോർട്ട് സർക്യൂട്ട് നമുക്കിപ്പോൾ കണ്ടല്ലോ, നമ്മുടെ DBയിൽ ഇത്രയും ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നത് കൊണ്ട്, ഒരു സേഫ്റ്റി ഡിവൈസ് വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു നമ്മുടെ പ്ലഗുകളിലോ നമ്മുടെ ഉപകരണങ്ങളിലോ, അതായത് ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലോ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്നതുകൊണ്ട് ഒരിക്കലും അവിടുത്തെ ഫ്യൂസ് പോകില്ല. നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ അവിടുത്തെ അല്ലെങ്കിൽ കട്ടൗട്ടറിന്റെ ഫ്യൂസ് പോകില്ല. അത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം പ്ലഗിലേക്ക് രണ്ട് വയർ എടുത്ത് കുത്തി വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ പോലും എന്ത് ചെയ്യും? ഫ്യൂസ് പോകില്ല. അകത്തെ MCB മാത്രമേ ഓഫ് ആകുകയുള്ളൂ. പിന്നെ എങ്ങനെയായിരിക്കാം അവിടുത്തെ ഫ്യൂസ് പോകുന്നത്? എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയും. എങ്ങനെയാണെന്ന് അറിയാമോ? ഒരാള് മനഃപൂർവ്വം അത് ചെയ്യുക തന്നെ വേണം. നമുക്ക് മനഃപൂർവ്വം ആ ഫ്യൂസ് കത്തിച്ച് കളയണമെങ്കിൽ രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന്, മെയിൻ സ്വിച്ചിന്റെ അവിടെ ചെന്നിട്ട് ആ ഫ്യൂസിന്റെ ഔട്ടിൽ നിന്ന് വരുന്ന വയറും ന്യൂട്രലും തമ്മിൽ അവിടെ വെച്ച് തന്നെ ഷോർട്ട് ചെയ്ത് വിടുക. മെയിൻ സ്വിച്ചിന്റെ അകത്തോ എവിടെയെങ്കിലും അവിടെ വെച്ച് തന്നെ ഷോർട്ട് ചെയ്ത് വിടുക. അത് നമുക്ക് ഒരുവിധം സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മെയിൻ സ്വിച്ചിന്റെ അവിടുന്ന് ഒരു വയർ നീളത്തില് അകത്തേക്ക് ഇടുക. കുറച്ചുകൂടെ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. അകത്തേക്ക് ഇട്ടിട്ട് ആ വയറിനെ നേരെ കൊണ്ടുവന്നിട്ട് പ്ലഗിനടുത്തേക്ക് കൊണ്ടുവരിക. നമ്മുടെ ELCB ഓഫ് ചെയ്തിട്ടിരിക്കണം. അതിനുശേഷം ആ വയറ് പ്ലഗിന്റെ ഇടതുവശത്തേക്ക് കുത്തിവെക്കുക. അത് ഇടതുവശത്ത് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. അത് നമുക്ക് ഒരു കൺട്രോളിങ്ങും ഇല്ലാതെ വരുന്നതാണ്. RCCBയുടെ കൺട്രോൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഇതിലേക്ക് കുത്തിവെക്കുക. മറ്റേ ഈ കുത്തിവെക്കുന്ന വയറിന്റെ മറ്റേ എൻഡ് എന്ന് പറയുന്നത് കട്ടൗട്ടർ ഫ്യൂസിന്റെ ഒരു എൻഡിലേക്ക് കയറ്റി വെക്കുക. അതായത് മീറ്ററിന്റെ അവിടുത്തെ ഫ്യൂസിന്റെ ഒരു എൻഡിലേക്ക് കയറ്റി വെക്കുക. അപ്പൊ ഇത്രയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യം തന്നെ. എന്നാൽ ഈ കംപ്ലൈന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്വാഭാവിക കംപ്ലൈന്റ് ആയിട്ട് അറിയുകയും ചെയ്യും. കാരണം ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് ഈ വയർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു തെളിവ് നമുക്ക് കിട്ടത്തില്ല. നിരന്തരം ഫ്യൂസുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഇങ്ങനെ കുത്തിവെച്ചിട്ട് ആ ഫ്യൂസ് പോകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ RCCB ഇങ്ങനെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അവിടെ നല്ലൊരു സ്പാർക്കിംഗ് ഉണ്ടാകുമ്പോൾ ഈ ഫ്യൂസ് നല്ല ശബ്ദത്തോടു കൂടി കത്തിപ്പോവുകയൊക്കെ ചെയ്യും. ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വയറിങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും നമുക്ക് അറിയാൻ കഴിയില്ല. ഒരു ഇലക്ട്രീഷ്യൻ ചെന്ന് നോക്കിയാൽ പോലും ആ ഫ്യൂസ് കത്തിപ്പോകുന്നു എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. അത് എങ്ങനെ സംഭവിക്കുന്നെന്ന് ഒരു ഇലക്ട്രീഷ്യൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ പുറകിൽ കിടക്കുന്ന ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ MCBകളാണ്. ഈ MCB ഇത്രയും ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ റൂമിനകത്ത് നിന്നിട്ടോ നമ്മുടെ വീടിനുള്ളിൽ നിന്നിട്ടോ ഒരു വയറെടുത്ത് പ്ലഗിൽ കുത്തിവെച്ചോട്ടോ നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കിക്കൊണ്ട് ആ പുറത്തെ ഫ്യൂസ് നമുക്ക് കത്തിച്ച് കളയാൻ പറ്റില്ല. അപ്പോ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അത് വീടിനകത്ത് നിന്ന് ചെയ്തതാണെന്ന്. രണ്ടാമത്, നമ്മളെപ്പോഴും ഇലക്ട്രീഷ്യന്മാരെല്ലാവരും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കിപ്പോ ഇവിടുന്ന് ഒരു ന്യൂട്രൽ എടുത്ത് കൊണ്ടുവന്നിട്ട് പുറത്തെ ഫേസുമായിട്ട് ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഇത് ഓഫ് ആയി പോകും. പിന്നെ നമ്മൾ ഇവിടുന്ന് അകത്ത് നിന്ന് ഒരു ന്യൂട്രൽ കൊണ്ടുപോയി അവിടെ പുറത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് സർക്യൂട്ട് ആകുമോ, അതിന് മുമ്പ് തന്നെ RCCB ട്രിപ്പ് ആവില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതൊരിക്കലും RCCB ട്രിപ്പ് ആകില്ല. കറക്റ്റ് ഒരു ഷോർട്ട് സർക്യൂട്ട് എഫക്ട് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഈ RCCBയിൽ ഒരു ലീക്കേജ് കറണ്ട് സെൻസ് ചെയ്യുകയും ട്രിപ്പ് ആവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ, ആ ഒരു ഷോർട്ട് സർക്യൂട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഈ RCCB ട്രിപ്പ് ആവുകയുള്ളൂ. കാരണം നമ്മളിങ്ങനെ ഓൺ ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ
അവിടെ ഒരു ഫ്യൂസ് പൊട്ടിത്തെറിക്കുന്നതിന്റെ ഒരു ബ്ലാസ്റ്റ് കേൾക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് മനഃപൂർവ്വം അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല, ഒരു ഇലക്ട്രീഷ്യൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ അതിന്റെ കൂടെ കുറച്ച് അസാധാരണത്വം കൂടി കൊടുക്കുകയാണെങ്കിൽ, കുറച്ച് കെട്ടുകഥകൾ കൂടി കൊടുക്കുകയാണെങ്കിൽ, ഭയങ്കര ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ ഒരു മൂളൽ ശബ്ദമാണ് കേൾക്കുന്നത്, കുറെ നേരം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഇങ്ങനെ കത്തിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുവിധ ഇലക്ട്രീഷ്യന്മാർക്ക് ആർക്കും ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയാതെ വരും. നമ്മളിപ്പോൾ കണ്ടത് വ്യത്യസ്തമായ 2 കംപ്ലൈന്റുകളാണ്. അതിൽ ഒരു കംപ്ലൈന്റ് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ്, എന്നാൽ നമ്മൾ അതൊരു അന്ധവിശ്വാസത്തിന്റെ പുറകിലേക്ക് ചിന്തിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്. രണ്ടാമത് സ്വാഭാവികമായിട്ട് സംഭവിക്കാത്തതാണ്, കൃത്രിമമായി ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്, എന്നാൽ അതിനെ നമ്മൾ സ്വാഭാവികമായ ഒരു കംപ്ലൈന്റ് ആയിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഈ 2 കംപ്ലൈന്റുകളെ ഇവിടെ അവതരിപ്പിച്ചത് ഇതൊരു സാധ്യതയായി കണ്ടുകൊണ്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് നേരിടേണ്ടി വരുന്ന ചില കംപ്ലൈന്റുകൾ നമ്മെ മറ്റൊരു ലെവലിലേക്ക് ചിന്തിപ്പിക്കുന്നു എന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ കോർത്തിണക്കിക്കൊണ്ട് ഇലക്ട്രിക്കൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ് കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്, വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്ക്, C ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്ക്, ഇവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ തയ്യാറാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളാണ്. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വ്യത്യസ്തമായ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ വീഡിയോകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.